25 തുലാം വൃശ്ചികം ധനുമാസങ്ങളിൽ ജനിച്ച പൂയം നക്ഷത്രക്കാർക്ക്. അപ്പം ജനിച്ച നക്ഷത്രം പൂയമാണ്. ജനിച്ച മലയാള മാസം അറിയേണ്ടെങ്കിൽ ഇപ്പം നവംബർ 10 ജനിച്ചതെങ്കിൽ കാലണ്ടറിൽ, ഇന്നത്തെ കാലണ്ടറിൽ നവംബർ 10 എന്താണ് മലയാള മാസം എന്ന് നോക്കിയാൽ മതി. ഇനി തുലാമാസത്തിൽ ജനിച്ചവരുടെ ഫലം നോക്കാം. തുലാമാസത്തിൽ ജനിച്ചവർക്ക് ജാനുവരി മാസം പൊതുവെ കേസ് വഴക്കലുണ്ടെങ്കിൽ അനുകൂലമായ തീരുമാനമുണ്ടാകും. ആരോഗ്യപരമായിട്ട് നല്ലതാണ്. ടെസ്റ്റ് ഇൻ്റർവ്യൂ പോലെയുള്ളതിന് നല്ലതാണ്. മത്സര പരീക്ഷകളിൽ വിജയിക്കും. ബിസിനസ്സിന് നല്ലതാണ്. വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കാൻ നല്ലതാണ്. പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയ മാസമാണ്. സമൂഹത്തിലൊരു അംഗീകാരമെല്ലാം കിട്ടും. കിട്ടേണ്ട പണം എളുപ്പത്തിൽ കിട്ടും. പക്ഷേ മനസ്സമാധാനക്കുറവ്, ടെൻഷനും അതിൻ്റെ കൂട്ടത്തിൽ കാണുന്നുണ്ട്. ഫെബ്രുവരി മാർച്ച് മാസം ബിസിനസ്സിന് നല്ലതാണ്. വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കുന്നതിന് നല്ലതാണ്. പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ്. സമൂഹത്തിലൊരു അംഗീകാരമെല്ലാം കിട്ടും. കിട്ടേണ്ട പണം എളുപ്പത്തിൽ കിട്ടും. സഹോദരാദികൾക്കെല്ലാം നല്ല സമയമാണ്. പക്ഷേ മനസ്സമാധാനക്കുറവ്, ടെൻഷനെല്ലാം അതിൻ്റെ കൂട്ടത്തിൽ കാണുന്നുണ്ട്. മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും അത്ര നല്ല മാസമല്ല. ഫെബ്രുവരി മാസം ദാമ്പത്യപരമായിട്ട് അത്ര നല്ലതല്ല. വിവാഹ കാര്യങ്ങൾക്കെല്ലാം തടസ്സങ്ങൾ കാണും. മാർച്ച് മാസം കേസ് വഴക്കിനൊന്നും പോകരുത്. ടെസ്റ്റ് ഇൻ്റർവ്യൂവിനെല്ലാം പോകുമ്പോൾ നല്ലവണ്ണം പ്രിപ്പയർ ചെയ്തിട്ട് പോകണം. ഏപ്രിൽ മാസം ദാമ്പത്യപരമായിട്ട് നല്ലതാണ്. വിവാഹം അന്വേഷിക്കുന്നതിനെ കണ്ടെത്തും. കാര്യവിജയം, ആരോഗ്യം, ഓപ്പറേഷനെല്ലാം വേണ്ടിക്ക് പറ്റിയ മാസമാണ്. ബിസിനസ്സിന് നല്ലതാണ്. വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കുന്നതിന് നല്ലതാണ്. പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയ മാസമാണ്. സമൂഹത്തിൽ ഒരു അംഗീകാരം കിട്ടും. കിട്ടേണ്ട പണം എളുപ്പത്തിൽ കിട്ടും. സഹോദരാദികൾക്ക് നല്ലതാണെങ്കിൽ കേസ് വഴക്കിനൊന്നും പോകരുത്. ടെസ്റ്റ് ഇൻ്റർവ്യൂവിനെല്ലാം പോകുമ്പോൾ നല്ലവണ്ണം പ്രിപ്പയർ ചെയ്തിട്ട് പോകണം. അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മോശം. മനസ്സമാധാനക്കുറവ്, ടെൻഷൻ, യാത്രകളെ കൊണ്ട് പ്രയാസങ്ങൾ, ഭാഗ്യ തടസ്സങ്ങളും കാണുന്നുണ്ട്. മെയ് മാസം കാര്യവിജയം, എന്തെങ്കിലും ഓപ്പറേഷനെല്ലാം വേണ്ടിക്ക് പറ്റിയ മാസമാണ്. ജോലി കിട്ടാം, പ്രൊമോഷൻ കിട്ടാം, പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണെങ്കിലും കേസ് വഴക്കിനൊന്നും പോകരുത്. ടെസ്റ്റ് ഇൻ്റർവ്യൂവിനെല്ലാം പോകുമ്പോൾ നല്ലവണ്ണം പ്രിപ്പയർ ചെയ്തിട്ട് പോകണം. ആരെങ്കിലും പറ്റിക്കുക, ചതിയിൽപ്പെടുക, പണം നഷ്ടപ്പെട്ടുവോ, കളവ് പോവുക, ഇതിനെല്ലാം സാധ്യതയുണ്ട്. ചിലപ്പോൾ ട്രാൻസ്ഫറും ഉണ്ടായേക്കാം. ജൂൺ ജൂലൈ മാസങ്ങൾ പൊതുവെ ജോലി കിട്ടാം, പ്രൊമോഷൻ കിട്ടാം, പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ്. ബിസിനസ്സിന് നല്ലതാണ്. വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കാൻ നല്ലതാണ്. പൊതുപ്രവർത്തനങ്ങൾക്ക് പറ്റിയതാണ്. സാമൂഹിക രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ്. സമൂഹത്തിലൊരു അംഗീകാരമെല്ലാം കിട്ടും. കിട്ടേണ്ട പണം എളുപ്പത്തിൽ കിട്ടുമെങ്കിലും കേസ് വഴക്കിനൊന്നും പോകരുത്. ആരോഗ്യപരമായിട്ട് അത്ര നല്ലതല്ല. ടെസ്റ്റ് ഇൻ്റർവ്യൂവിനെല്ലാം പോകുമ്പോൾ നല്ലവണ്ണം പ്രിപ്പയർ ചെയ്തിട്ട് പോകണം. അലസത, ആരെങ്കിലും പറ്റിക്കുക, ചതിയിൽപ്പെടുക, പണം നഷ്ടപ്പെട്ടുവോ, കളവ് പോവുകയോ, ഇതിനെല്ലാം സാധ്യതയുണ്ട്. ചിലപ്പോൾ ട്രാൻസ്ഫറും ഉണ്ടായേക്കാം. ഓഗസ്റ്റ് മാസം ബിസിനസ്സിന് നല്ലതായിട്ട് കാണുന്നു. വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ്. ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കുന്നതിന് നല്ലതാണ്. പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയ മാസമാണ്. സമൂഹത്തിൽ ഒരു അംഗീകാരമെല്ലാം കിട്ടും. കിട്ടേണ്ട പണം എളുപ്പത്തിൽ കിട്ടുമെങ്കിലും കേസ് വഴക്കിനൊന്നും പോകരുത്. ആരോഗ്യപരമായിട്ട് അത്ര നല്ലതൊന്നുമില്ല. ടെസ്റ്റ് ഇൻ്റർവ്യൂവിനെല്ലാം പോകുമ്പോൾ നല്ലവണ്ണം പ്രിപ്പയർ ചെയ്ത് പോകണം. വ്യക്തിപരമായി അത്ര നല്ലതല്ല. ആരെങ്കിലും പറ്റിക്കാനും ചതിയിൽപ്പെടാനുള്ള സാധ്യതയുള്ളൊരു മാസമാണ്. സെപ്റ്റംബർ മാസം പൊതുവെ മോശമായിട്ടാണ് കാണുന്നത്. വ്യക്തിപരമായി, ആരോഗ്യപരമായി, കുടുംബപരമായി, സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായിട്ടെല്ലാം മോശമാണ്. കേസ് വഴക്കിനൊന്നും പോകരുത്. ടെസ്റ്റ് ഇൻ്റർവ്യൂവിനെല്ലാം പോകുമ്പോൾ നല്ലവണ്ണം പ്രിപ്പയർ ചെയ്തിട്ട് പോകണം. ആരെങ്കിലും പറ്റിക്കാനും ചതിയിൽപ്പെടാനുള്ള സാധ്യതയുള്ളൊരു മാസം കൂടി ആണ്. ഒക്ടോബർ മാസം പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ്. അതിനുള്ള ഉത്സാഹവും തൻ്റെയിടെല്ലാം കാണും. സഹോദരാദികൾക്ക് നല്ലതാണെങ്കിലും കേസ് വഴക്കിനൊന്നും പോകരുത്. ആരെങ്കിലും പറ്റിക്കുക, ആരോഗ്യപരമായിട്ട് അത്ര നല്ലതല്ല. ടെസ്റ്റ് ഇൻ്റർവ്യൂവിനെല്ലാം പോകുമ്പോൾ നല്ലവണ്ണം പ്രിപ്പയർ ചെയ്തിട്ട് പോകും. നവംബർ മാസം കുടുംബപരമായി, സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ്. പക്ഷേ കേസ് വഴക്കിനൊന്നും പോകരുത്.
ടെസ്റ്റ് ഇൻ്റർവ്യൂവിനെല്ലാം പോകുമ്പോൾ നല്ലവണ്ണം പ്രിപ്പയർ ചെയ്തിട്ട് പോകണം. വ്യക്തിപരമായി ആരോഗ്യപരമായി അത്ര നല്ല മാസമൊന്നുമല്ല. വാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമല്ല. മാതാവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും അത്ര നല്ലതല്ല. വീട് നിർമ്മാണത്തിന് ചെറിയ തടസ്സങ്ങളെല്ലാം ഉണ്ടാക്കിയേക്കാം. ഡിസംബർ മാസം പൊതുവെ മോശമാണ്. പുതിയ കർമ്മങ്ങളൊന്നും ഏറ്റെടുക്കാൻ പറ്റിയ മാസമല്ല. കേസ് വഴക്കിനൊന്നും പോകരുത്. ആരോഗ്യപരമായിട്ട് അത്ര നല്ലതല്ല. വ്യക്തിപരമായിട്ടും നല്ലതല്ല. മനസ്സമാധാനക്കുറവും ടെൻഷനും കാണുന്നുണ്ട്. ടെസ്റ്റ് ഇൻ്റർവ്യൂ പോലെയുള്ളതിനെല്ലാം പോകുമ്പോൾ നല്ലവണ്ണം പ്രിപ്പയർ ചെയ്തിട്ട് പോകണം. ഇതാണ് തുലാമാസത്തിൽ ജനിച്ചവർക്കുള്ള ഫലം. പൂയം നക്ഷത്രം. ഇനി വൃശ്ചിക മാസത്തിൽ ജനിച്ചവരുടെ കാര്യം നോക്കാം. വൃശ്ചിക മാസത്തിൽ ജനിച്ചവർക്ക് ജാൻവരി മാസം പൊതുവെ വാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും പറ്റിയ നല്ലൊരു മാസമാണ്. വീട് നിർമ്മാണത്തിന് പറ്റിയതാണ്. കുടുംബപരമായ സാമ്പത്തികപരമായ വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ്. മാതാവിനും സഹോദരാദികൾക്കെല്ലാം നല്ല മാസമാണ്. ദാമ്പത്യപരമായിട്ട് നല്ലതാണ്. വിവാഹമെല്ലാം അന്വേഷിക്കുന്നതിൻ്റെ കടമെത്തും. കേസ് വഴക്കലുണ്ടെങ്കിൽ അനുകൂലമായ തീരുമാനമുണ്ടാകും. ആരോഗ്യപരമായിട്ട് നല്ലതാണ്. ടെസ്റ്റ് ഇൻ്റർവ്യൂ പോലെയുള്ള നല്ലതാണ്. മത്സര പരീക്ഷകളിൽ വിജയിക്കും. ബിസിനസ്സിന് നല്ലതാണ്. വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കുന്നതിന് നല്ലതാണ്. പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയ മാസമാണ്. സമൂഹത്തിലൊരു അംഗീകാരമെല്ലാം കിട്ടും. കിട്ടേണ്ട പണം എളുപ്പത്തിൽ കിട്ടുമെങ്കിലും പെട്ടെന്നുള്ള അവിചാരിതമായ ആരോഗ്യ പ്രശ്നമോ ശത്രുതയോ തടസ്സങ്ങളോ എവിടെയെങ്കിലും തട്ടിമുട്ടി വീഴാനോ വല്ല സാധ്യത ഉണ്ട്. ഫെബ്രുവരി മാർച്ച് മാസങ്ങൾ വാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും പറ്റിയ നല്ലൊരു മാസമാണ്. മാതാവിനും സഹോദരാദികൾക്കും നല്ലതാണ്. വീട് നിർമ്മാണത്തിന് നല്ലതാണ്. കുടുംബപരമായ സാമ്പത്തികപരമായ വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ്. ബിസിനസ്സിന് നല്ലതാണ്. വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കുന്നതിന് നല്ലതാണ്. പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയ നല്ലൊരു മാസമാണ്. സമൂഹത്തിലൊരു അംഗീകാരമെല്ലാം കിട്ടും. കിട്ടേണ്ട പണം എളുപ്പത്തിൽ കിട്ടും. മാർച്ച് മാസം ദാമ്പത്യപരമായിട്ട് നല്ലതാണ്. വിവാഹ കാര്യങ്ങൾക്ക് വിവാഹമെല്ലാം അന്വേഷിക്കുന്നതിനെ കണ്ടെത്തുകയും ചെയ്യും മാർച്ച് മാസത്തിൽ. ഫെബ്രുവരി മാർച്ച് മാസം പെട്ടെന്നുള്ള അവിചാരിതമായ ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുതയും തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട്. ചിലപ്പോൾ എവിടെയെങ്കിലും തട്ടിമുട്ടിയെല്ലാം വീടാനെല്ലാം ചിലപ്പോൾ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മോശം, മനസ്സമാധാനക്കുറവ്, ടെൻഷനും അതിൻ്റെ കൂട്ടത്തിൽ കാണുന്നുണ്ട്. പ്രത്യേകിച്ച് മാർച്ച് മാസം. ഏപ്രിൽ മാസം ദാമ്പത്യപരമായിട്ട് നല്ലതാണ്. വിവാഹം അന്വേഷിക്കുന്നത് കണ്ടെത്തും. ബിസിനസ്സിന് നല്ലതാണ്. വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കാൻ നല്ലതാണ്. പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ്. സമൂഹത്തിൽ ഒരു അംഗീകാരമെല്ലാം കിട്ടും. കിട്ടേണ്ട പണം എളുപ്പത്തിൽ കിട്ടും. സഹോദരാദികൾക്കും നല്ലതാണ്. പക്ഷേ അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം, മനസ്സമാധാനക്കുറവ്, ടെൻഷൻ, യാത്രകളെ കൊണ്ട് പ്രയാസങ്ങൾ, കേസ് വഴക്കിനൊന്നും പോകരുത്. ആരോഗ്യയാത്ര നല്ലതൊന്നുമല്ല. ടെസ്റ്റ് ഇൻ്റർവ്യൂവിനെല്ലാം പോകുമ്പോൾ നല്ലവണ്ണം പ്രിപ്പയർ ചെയ്തിട്ട് പോകണം. മെയ് മാസം കാര്യവിജയം, ആരോഗ്യം, ഓപ്പറേഷനു വേണ്ടിയിട്ട് പറ്റിയതാണ്. ദാമ്പത്യപരമായിട്ട് നല്ലതാണ്. വിവാഹമെല്ലാം അന്വേഷിക്കുന്നതിനെ കണ്ടെത്തും. ജോലി കിട്ടാം. പ്രൊമോഷനെല്ലാം കിട്ടാം. പക്ഷേ അച്ഛനും മക്കളും ഗ്രാൻഡ് പാരൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും അത്ര നല്ലതല്ല. മനസ്സമാധാനക്കുറവ്, ടെൻഷൻ, യാത്രകളെ കൊണ്ട് പ്രയാസങ്ങൾ, ഭാഗ്യതടസ്സങ്ങൾ, അലച്ചിലുകൾ, ട്രാൻസ്ഫർ, പറ്റിക്കാനും ചതിയിൽപ്പെടാതെ എല്ലാം നോക്കണം. മെയ് മാസത്തിലെയാണ് പറഞ്ഞത്. ജൂൺ ജൂലൈ മാസം പൊതുവെ കാര്യവിജയെല്ലാം കാണുന്നുണ്ട്. ആരോഗ്യപരമായിട്ട് നല്ലതാണ്. വല്ല ഓപ്പറേഷനെല്ലാം വേണ്ടിയിട്ട് പറ്റിയ മാസമാണ്. പക്ഷേ മക്കളുമായിട്ട് ബന്ധപ്പെട്ട അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും അത്ര നല്ലതല്ല. മനസ്സമാധാനക്കുറവ്, ടെൻഷൻ, യാത്രകളെ കൊണ്ട് പ്രയാസങ്ങൾ കാണുന്നുണ്ട്. ആരെങ്കിലും പറ്റിക്കാനും ചതിയിൽപ്പെടാനും അപവാദങ്ങൾ കേൾക്കാനും ട്രാൻസ്ഫറിനും എല്ലാം സാധ്യതയുണ്ട്. എന്നാൽ ജൂൺ മാസം ബിസിനസ് പരമായ കാര്യം, ജൂൺ മാസം മാത്രം ബിസിനസ് പരമായ കാര്യങ്ങൾക്ക് വളരെ നല്ലതാണ്. വിദേശ ഇടപാടുകൾക്ക് ജൂൺ മാസം നല്ലതാണ്. പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് ജൂൺ മാസം. ജൂലൈ മാസം ബിസിനസ്സിന് അത്ര വലിയ പ്രാധാന്യമൊന്നുമില്ല. ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങൾ കാര്യവിജയം, ആരോഗ്യം നല്ലതാണ്.
ഓപ്പറേഷനെല്ലാം പറ്റിയ മാസമാണ്. ജോലി കിട്ടാം, പ്രൊമോഷൻ കിട്ടാം, പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയതാണ്. ബിസിനസ്സിന് നല്ലതാണ്. വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കുന്നതിനെല്ലാം നല്ലതാണ്. പൊതുപ്രവർത്തനങ്ങൾക്ക് പറ്റിയത് മാസമാണ്. സമൂഹത്തിൽ ഒരു അംഗീകാരമെല്ലാം കിട്ടും. കിട്ടേണ്ട പണം എളുപ്പത്തിൽ കിട്ടുമെങ്കിലും അച്ഛനും മക്കളും ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും അത്ര നല്ലതല്ല. മനസ്സമാധാനക്കുറവ്, ടെൻഷൻ, യാത്രകളെ കൊണ്ട് പ്രയാസങ്ങൾ, വ്യക്തിപരമായ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ, പൂർവിക സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും നല്ലതല്ല. അതുപോലെ തന്നെ അനാവശ്യ ചെലവുകളും എല്ലാം ഒന്ന് നിയന്ത്രിക്കുന്നത് നന്നായിരിക്കും. ഒക്ടോബർ മാസം കാര്യവിജയം, ആരോഗ്യം, എന്തെങ്കിലും ഓപ്പറേഷനെല്ലാം വേണ്ടിയിട്ട് നല്ലതാണ്. പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ്. സഹോദരാദികൾക്ക് നല്ലതാണെങ്കിലും അച്ഛനും മക്കളും ഗ്രാൻഡ് പാരൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും അത്ര നല്ലതല്ല. ട്രാൻസ്ഫർ ഉണ്ടായേക്കാം. ആരെങ്കിലും പറ്റിക്കാതെയും ചതിയിൽപ്പെടാതെയെല്ലാം നോക്കണം. മനസ്സമാധാനക്കുറവും ടെൻഷനും യാത്രകളെ കൊണ്ട് ചെറിയ പ്രയാസങ്ങളും കാണുന്നുണ്ട്. നവംബർ മാസവും വ്യക്തിപരമായ കാര്യങ്ങൾക്ക് നല്ലതാണ്. ആരോഗ്യപരമായിട്ട് നല്ലതാണ്. ഓപ്പറേഷൻ പോലെയുള്ളതിനെല്ലാം നല്ലതാണെങ്കിലും അച്ഛനും മക്കളും മാതാവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും അത്ര നല്ലതല്ല. മനസ്സമാധാനക്കുറവ്, ടെൻഷൻ, യാത്രകളെ കൊണ്ട് പ്രയാസങ്ങൾ, വസ്തുവാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമെല്ലാം. വീട് നിർമ്മാണത്തിനെല്ലാം ചെറിയ തടസ്സങ്ങളെല്ലാം ഉണ്ടാക്കിയേക്കാം. ഡിസംബർ മാസം കാര്യവിജയം, ആരോഗ്യം, ഓപ്പറേഷനെല്ലാം പറ്റിയ മാസമാണ്. കുടുംബപരമായി, സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ്. പക്ഷേ അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും അത്ര നല്ലതല്ല. മനസ്സമാധാനക്കുറവ്, ടെൻഷൻ, യാത്രകളെ കൊണ്ട് പ്രയാസങ്ങൾ, വ്യക്തിപരമായ ആരോഗ്യപരമായ പ്രശ്നങ്ങളെല്ലാം കാണുന്നുണ്ട്. ഇതാണ് വൃശ്ചിക മാസത്തിൽ ജനിച്ചവർക്കുള്ള ഫലം. ഇനി ധനുമാസത്തിൽ ജനിച്ചവരുടെ ഫലം നോക്കാം. ധനുമാസത്തിൽ ജനിച്ചവർക്ക് ജാനുവരി മാസം പൊതുവെ വ്യക്തിപരമായ ആരോഗ്യപരമായിട്ട് നല്ലതാണ്. ബിസിനസ്സിന് നല്ലതാണ്. വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കാൻ നല്ലതാണ്. പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ്. സമൂഹത്തിൽ ഒരു അംഗീകാരമെല്ലാം കിട്ടും. കിട്ടേണ്ട പണം എളുപ്പത്തിൽ കിട്ടും. സഹോദരാദികൾക്കെല്ലാം നല്ലതാണെങ്കിലും പുതിയ കർമ്മങ്ങളൊന്നും ഏറ്റെടുക്കാം, ബിസിനസ് ഒഴിച്ച് മറ്റുള്ള കർമ്മങ്ങളൊന്നും തുടങ്ങാൻ പറ്റിയ മാസമല്ല. പെട്ടെന്നുള്ള അവിചാരിതമായ ആരോഗ്യ പ്രശ്നവും ശത്രുതയെല്ലാം കാണുന്നുണ്ട്. ഫെബ്രുവരി മാസം ബിസിനസ്സിന് നല്ലതാണ്. വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കാൻ നല്ലതാണ്. പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ്. സമൂഹത്തിൽ ഒരു അംഗീകാരമെല്ലാം കിട്ടും. കിട്ടേണ്ട പണം എളുപ്പത്തിൽ കിട്ടും. എന്നാൽ കേസ് വഴക്കിനൊന്നും പോകരുത്. ആരോഗ്യപരമായിട്ട് അത്ര നല്ലതല്ല. ടെസ്റ്റ് ഇൻ്റർവ്യൂവിനെല്ലാം പോകുമ്പോൾ നല്ലവണ്ണം പ്രിപ്പയർ ചെയ്തിട്ട് പോകണം. ദാമ്പത്യപരമായിട്ട് നല്ലതല്ല. വിവാഹ കാര്യങ്ങൾക്ക് തടസ്സങ്ങൾ കാണുന്നുണ്ട്. പെട്ടെന്നുള്ള അവിചാരിതമായ ആരോഗ്യ പ്രശ്നം, ശത്രുത, തടസ്സങ്ങൾ, എവിടെയെങ്കിലും തട്ടിമുട്ട് വീഴുക, ഇതിനുള്ള സാധ്യതയും കാണുന്നുണ്ട്. മാർച്ച്, ഏപ്രിൽ മാസങ്ങൾ വസ്തുവാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും പറ്റിയ നല്ലൊരു മാസമാണ്. മാതാവിനെ നന്നായിട്ട് കാണുന്നു. വിദ്യാഭ്യാസപരമായിട്ട്, കുടുംബപരമായിട്ട്, സാമ്പത്തികപരമായിട്ട്, വിദ്യാഭ്യാസപരമായിട്ടെല്ലാം നല്ലതാണ്. വസ്തുവാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും പറ്റിയ ഒരു മാസമാണ്. ബിസിനസ്സിന് നല്ലതാണ്. വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കുന്നതിനെല്ലാം നല്ല ദിവസമാണ്. വ്യക്തിപരമായ അതേപോലെ തന്നെ പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയ ഒരു മാസമാണ്. രാഷ്ട്രീയക്കാർക്ക് നല്ലതാണ്. സമൂഹത്തിൽ ഒരു അംഗീകാരമെല്ലാം കിട്ടും. കിട്ടേണ്ട പണം എളുപ്പത്തിൽ കിട്ടും. എന്നാൽ കേസ് വഴക്കിനൊന്നും പോകരുത്. ടെസ്റ്റ് ഇൻ്റർവ്യൂവിനെല്ലാം പോകുമ്പോൾ നല്ലവണ്ണം പ്രിപ്പയർ ചെയ്തിട്ട് പോകണം. അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും അത്ര നല്ലതല്ല. മനസ്സമാധാനക്കുറവ്, ടെൻഷൻ, യാത്രകളെ കൊണ്ട് പ്രയാസങ്ങളെല്ലാം കാണുന്നുണ്ട്. മാർച്ച് മാസം പെട്ടെന്നുള്ള അവിചാരിതമായ ചില ആരോഗ്യ പ്രശ്നങ്ങളോ ശത്രുതയോ എവിടെയെങ്കിലും തട്ടിമുട്ടി വീഴാതെയും നോക്കണം. മെയ്, ജൂൺ മാസങ്ങൾ വസ്തുവാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും പറ്റിയ നല്ലൊരു മാസമാണ്. കുടുംബപരമായ, സാമ്പത്തികപരമായ, വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ്. വീട് നിർമ്മാണത്തിന് പറ്റിയതാണ്. വസ്തുവാഹനങ്ങളെല്ലാം വാങ്ങുന്നതിന് ഏറ്റവും നല്ലൊരു മാസമാണ്. ദാമ്പത്യപരമായിട്ട് നല്ലതാണ്. വിവാഹമെല്ലാം അന്വേഷിക്കുന്നവരെ കണ്ടെത്തും. ജോലി കിട്ടാം, പ്രൊമോഷൻ കിട്ടാം, പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ്. ബിസിനസ്സിന് നല്ലതാണ്. വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കുന്നതിന് നല്ലതാണ്. പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ്. സമൂഹത്തിൽ ഒരു അംഗീകാരമെല്ലാം കിട്ടും. കിട്ടേണ്ട പണം എളുപ്പത്തിൽ കിട്ടും.
പക്ഷേ അച്ഛനും മക്കളും ഗ്രാൻഡ് പാരൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും അത്ര നല്ലതല്ല. യാത്രകളെ കൊണ്ട് പ്രയാസങ്ങൾ, ഭാഗ്യതടസ്സങ്ങൾ, ടെൻഷൻ, ട്രാൻസ്ഫർ, ആരെങ്കിലും പറ്റിക്കാതെയെല്ലാം നോക്കണം. മെയ് മാസം കേസ് വഴക്കിനൊന്നും പോകരുത്. ടെസ്റ്റ് ഇൻ്റർവ്യൂവിനെല്ലാം പോകുമ്പോൾ നല്ലവണ്ണം പ്രിപ്പയർ ചെയ്തിട്ട് പോകണം. ജൂലൈ മാസം ദാമ്പത്യപരമായിട്ട് നല്ലതാണ്. വിവാഹം അന്വേഷിക്കുന്നതിനെ കണ്ടെത്തും. മാതാവിന് നല്ല സമയമാണ്. വസ്തുവാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമാണ്. കുടുംബപരമായി, സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ്. വീട് നിർമ്മാണത്തിന് പറ്റിയതാണ്. ദാമ്പത്യപരം, വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ്. കാര്യവിജയം, ഓപ്പറേഷനെല്ലാം പറ്റിയ മാസമാണ്. പക്ഷേ അച്ഛനും മക്കളും ഗ്രാൻഡ് പാരൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും അത്ര നല്ലതല്ല. ട്രാൻസ്ഫർ ഉണ്ടായേക്കാം. ആരെങ്കിലും പറ്റിക്കാതെയും ചതിയിൽപ്പെടാതെയും എല്ലാം നോക്കണം. യാത്രകളെ കൊണ്ട് ചെറിയ പ്രയാസങ്ങളെല്ലാം ഉണ്ടായേക്കാം. ഓഗസ്റ്റ് മാസം ദാമ്പത്യപരമായിട്ട് നല്ലതാണ്. വിവാഹം അന്വേഷിക്കുന്നതിനെ കണ്ടെത്തും. മാതാവിനെ നന്നായിട്ട് കാണുന്നു. വസ്തുവാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും പറ്റിയ നല്ലൊരു മാസമാണ്. വീട് നിർമ്മാണത്തിന് പറ്റിയതാണ്. കുടുംബപരമായി, സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണെങ്കിലും വ്യക്തിപരമായി, ആരോഗ്യപരമായിട്ട് അത്ര നല്ലതല്ല. അനാവശ്യ പ്രശ്നത്തിലൊന്നും തലയിടരുത്. പണം നഷ്ടപ്പെട്ടു പോകാതെ എന്ന് സൂക്ഷിക്കണം. അതേപോലെ ചിലപ്പോൾ ട്രാൻസ്ഫറും ഉണ്ടായേക്കാം. സെപ്റ്റംബർ, ഒക്ടോബർ മാസങ്ങൾ ദാമ്പത്യപരമായിട്ട് നല്ലതാണ്. വിവാഹം അന്വേഷിക്കുന്നതിനെ കണ്ടെത്തും. വസ്തുവാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമാണ്. വീട് നിർമ്മാണത്തിന് പറ്റിയതാണ്. കുടുംബപരമായി, സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ്. മാതാവിനും സഹോദരാദികൾക്കെല്ലാം നല്ലതാണ്. ബിസിനസ്സിന് നല്ലതാണ്. വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കുന്നതിന് നല്ലതാണ്. പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ്. സമൂഹത്തിലൊരു അംഗീകാരമെല്ലാം കിട്ടും. കിട്ടേണ്ട പണമെല്ലാം എളുപ്പത്തിൽ കിട്ടും. ജോലി കിട്ടാം, പ്രൊമോഷനെല്ലാം കിട്ടാം. പക്ഷേ വ്യക്തിപരമായി അത്ര നല്ലൊരു മാസമല്ല. അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും അത്ര നല്ലതല്ല. യാത്രകളെ കൊണ്ട് പ്രയാസങ്ങളും ഭാഗ്യതടസ്സങ്ങളും അതിൻ്റെ കൂട്ടത്തിൽ കാണുന്നുണ്ട്. പൂർവിക സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും നല്ലതല്ല. നവംബർ മാസം ദാമ്പത്യപരമായിട്ട് നല്ലതാണ്. വിവാഹം അന്വേഷിക്കുന്നുണ്ടെങ്കിൽ കണ്ടെത്തും. പക്ഷേ അച്ഛനും മക്കളും ഗ്രാൻഡ് പാരൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും നല്ലതല്ല. പൂർവിക സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതല്ല. വ്യക്തിപരമായി, ആരോഗ്യപരമായിട്ട് അത്ര നല്ലതല്ല. ട്രാൻസ്ഫർ എല്ലാം ഉണ്ടായേക്കാനും ആരെങ്കിലും പറ്റിക്കാനും ചതിയിൽപ്പെടാനും സാധ്യതയുണ്ട്. ഡിസംബർ മാസം ദാമ്പത്യപരമായിട്ട് നല്ലതാണ്. വിവാഹം അന്വേഷിക്കുന്നതിനെ കണ്ടെത്തും. വസ്തുവാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമാണ്. മാതാവിന് നല്ലൊരു സമയമായിട്ട് കാണുന്നു. കുടുംബപരമായി, സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായിട്ടെല്ലാം നല്ലതാണ്. വീട് നിർമ്മാണത്തിനെല്ലാം പറ്റിയ മാസമാണെങ്കിലും അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും അത്ര നല്ല മാസമല്ല. മനസമാധാനക്കുറവ്, ടെൻഷൻ, യാത്രകളെ കൊണ്ട് പ്രയാസങ്ങൾ, ഭാഗ്യതടസ്സങ്ങൾ, പൂർവിക സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും നല്ല മാസമല്ല. ഇതാണ് ധനുമാസത്തിൽ ജനിച്ചവർക്കുള്ള ഫലം.